Hi, Namaste. Welcome back, viewers. Welcome back to my channel, Pinchera. ഓപ്ഷൻസിൽ ഈസി ആയിട്ട് മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു റിട്ടേൺസ് ആണ് കിട്ടിയത്. പക്ഷേ നിഫ്റ്റിയിൽ മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നോക്കിയിട്ടും നമുക്ക് ഇറങ്ങാതെ തിരിച്ചു പോകുമായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി അവിടെ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ സോഫ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബൈ തന്നെയാണെന്ന്. നമുക്ക് ഇന്നലെ തൊട്ട് മാർക്കറ്റ് ബൈ തന്നെയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 16th ഏപ്രിലാണ്. ഇന്ന് നോക്കുമ്പോൾ നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നെയാണ് നടന്നത്. മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി. ഇടയ്ക്കൊന്ന് ഇറങ്ങാൻ നോക്കിയിട്ടും പിന്നെയും തിരിച്ചു കയറി. അപ്പോൾ 3 പ്രാവശ്യം 3 ട്രേഡായിട്ട് നമുക്ക് എടുക്കാൻ നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. 52,700 കോൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മോർണിംഗിൽ നമുക്ക് ട്രേഡ് പോയത് 465 അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത പോർഷൻ നമുക്ക് മോർണിംഗിൽ തന്നെ 582 വരെ പോയി തിരിച്ചിറങ്ങി. പിന്നെ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ 516 എടുത്തു. ആ ട്രേഡ് നമുക്ക് ആക്ച്വലി 605 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് തിരിച്ച് രണ്ടാമത് 713 പിന്നെ നല്ലൊരു റിട്ടേൺസ് ആയിരുന്നു. ടോട്ടൽ നല്ലൊരു റിട്ടേൺസ് 377 പോയിന്റോളം കയറി മാർക്കറ്റ് നിൽക്കുന്ന പോർഷനാണ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പം 3 ട്രേഡായിട്ട് ഇപ്പോൾ ഒരു ട്രേഡ് മിസ് അടുത്ത ട്രേഡ് എവിടെ എടുക്കണമെന്ന് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് നമുക്ക് ഫേക്ക് റിവേഴ്സൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിനകത്ത് നല്ല റിട്ടേൺസ് എങ്ങനെ കിട്ടും, നമുക്കൊരു ഹോൾഡ് ചെയ്യണോ അതോ തിരിച്ച് നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ഇവിടുന്നാണ് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമുക്ക് കാണിച്ചു തരാം. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടുന്നാണ്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജി 2 സ്കാനറും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എൻട്രൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സൈഡ് വേസ് മാർക്കറ്റ് കളർ ചേഞ്ച് സൈഡും കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഇന്നലത്തെ ബൈഡ് തന്നെ കണ്ടിന്യൂവേഷൻ പോയി. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നലിൻ്റെ പുതിയ ആവശ്യമില്ല, കാരണം കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് ആകുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ ലെവൽ നോക്കി എടുത്തേച്ചാൽ മതി. പുതിയ സിഗ്നലാണ് വരുന്നതെങ്കിൽ അത് കൺഫേം ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഒരു സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും ക്യാൻഡിലിൻ്റെ കളർ റെഡും താഴത്തെ കൺഫർമേഷൻ ബാറ് കാണിച്ചിരിക്കുന്ന റെഡും വേണം. ഇപ്പോൾ ഇവിടെ ബൈ റെഡ് വന്ന സമയത്ത് അവിടെ റെഡ് അല്ല, ഗ്രീൻ വന്ന സമയത്ത് അവിടെ ഗ്രീനാണ്, താഴിലും മുകളിലും ഗ്രീനാണ്. റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ട് അവിടെ ധൈര്യമായിട്ട് ആ പോയിന്റിൽ തന്നെ എടുക്കാം. അവിടുന്ന് ഇപ്പോൾ ലാസ്റ്റത്തെ ട്രേഡിൽ നിന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് 122 പോയിന്റ്സോളം കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നതിന് ഇത്രയും മാത്രമേ ഉള്ളൂ. കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, ക്യാൻഡിൽ കളറിൻ്റെ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് ട്രേഡ് എടുക്കുക. കൺഫേം ആണ്, താഴത്തെ ബൈയുടെ കണ്ടിന്യൂഷൻ ആണ്, റെസിസ്റ്റൻസ് മാത്രം നോക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. റെസിസ്റ്റൻസ് ഇപ്പോൾ ഇന്നത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂഷൻ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇവിടം വരെ കയറിയിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി. പക്ഷേ സെല്ലിലേക്ക് ആകുന്നില്ല, കാരണം താഴെ ഗ്രീൻ ആയ സ്ഥിതിക്ക് ഹോൾഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിവിടെ തിരിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് എക്സിറ്റും അടിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. വേണമെങ്കിൽ തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് എൻട്രി എടുത്തത്, കാരണം സെല്ലാകാത്ത സ്ഥിതിക്ക് തിരിച്ച് മാർക്കറ്റ് കയറും. ഈ ലൈൻ മാത്രം റെഡ് ആവുന്നതിൻ്റെ മീനിങ് അവിടെ ഒരു ഡൗണിഷ് അല്ല, അവിടെ തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ടെന്നൊരു ഇൻഡിക്കേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെറിയ ട്രേഡുകൾ M1 1 മിനിറ്റ് ഇപ്പോൾ 5 മിനിറ്റ്സിൻ്റെയാണ് കാണിക്കുന്നത്. M1 പ്രകാരം ചെറിയ ട്രേഡാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ 5 മിനിറ്റ്സ് വെച്ച് ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ട്രേഡ് നമുക്ക് മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാൻ തിരിച്ചു കയറുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ 1 മിനിറ്റിലെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിലാവട്ടെ ക്ലോസിങ്ങിലാവട്ടെ നല്ല റിട്ടേൺസ് കിട്ടും. പക്ഷേ 5 മിനിറ്റ്സ് അത്ര റിട്ടേൺസ് കിട്ടിയിട്ടില്ല, കാരണം മാർക്കറ്റ് ഇറങ്ങാൻ നോക്കി. ബാങ്ക് നിഫ്റ്റിയോടെ ഇറങ്ങാൻ സ്ഥിതിക്ക് നിഫ്റ്റി അവിടെ ഇറങ്ങാതെ തിരിച്ചു കയറുക തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ പക്ഷേ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗ് ലെവലാവട്ടെ ക്ലോസിംഗ് ലെവലാവട്ടെ അടിച്ചു കയറി നല്ല റിട്ടേൺ. ഇപ്പോൾ ഈ ഒരു പോയിന്റിന് 100 പോയിന്റ് പോയ പോർഷനാണ്. അപ്പോൾ അതേപോലെ മോർണിംഗിൽ ട്രേഡിലാവട്ടെ ബൈയും പോയി, അതേപോലെ സെല്ലും പോയി. ഈ സെല്ല് തന്നെ നല്ല റിട്ടേൺസ് കിട്ടിയതാണ്. അപ്പോൾ പെട്ടെന്ന് ട്രേഡ് നമുക്കവിടെ നിഫ്റ്റിയിൽ 1 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 5 മിനിറ്റ്സിൽ അത്ര ട്രേഡ് പോയിട്ടില്ല, കാരണം നമുക്ക് മാർക്കറ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കിയിട്ട് ഒരുപാട് റിട്ടേൺസ് കിട്ടാതെ തിരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു ബൈ തന്നെ തന്ന സ്ഥിതിക്ക് നിഫ്റ്റിയിൽ ഒരുപാട് സെല്ല്, അതായത് ബാങ്ക് നിഫ്റ്റി അഗൈൻസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സ്കാൽപ്പ് ചെയ്ത് കട്ടിയുള്ള പോർഷനിൽ നിഫ്റ്റി മാത്രം കിട്ടിയുള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ കറക്റ്റ് സമയത്ത് തരുന്നുണ്ട്. നമുക്ക് 1 ആണെങ്കിലും 5 ആണെങ്കിലും പെട്ടെന്ന് എൻട്രി എടുക്കുകയാണ് M1. 5 മിനിറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ട്രേഡുകളായിരിക്കും തരുന്നത്. അഥവാ നമ്മളൊരു ട്രേഡ് എടുത്ത് റിവേഴ്സ് പോയാലും നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള പോർഷൻ കളർ ചേഞ്ചസ് സഹിതം നമുക്ക് അവിടെ കാണിച്ച് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.